ഏഴാം വാക്യം കൊലോസ്യർ 2:7. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. മതി. രണ്ട് വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അവനിൽ വേരൂന്നി അവനിൽ ആശ്രയിക്കുന്നത് എന്തിനായിരിക്കണം? പോയിന്റ് അതാണ്. പഠിച്ചോണേ. വചനത്തിന്റെ ആ വെളിപ്പാട് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത്, നമുക്ക് കാറ് വേണം, നമുക്ക് വീട് വേണം, നമുക്ക് അത് വേണം, നമുക്ക് ഇത് വേണം. ഇന്നിപ്പോൾ പാസ്റ്റർമാർ വിശ്വാസികളെ തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കത്തില്ല. കർത്താവ് പലസ്തീൻ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടുന്നത്. പിന്നെ അടുത്ത പറഞ്ഞേ ആദിയിൽ അവൻ്റെ രാജ്യവും. അപ്പോൾ അതോടുകൂടി തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും പോകാനും എല്ലാം കിട്ടുമെന്നേ. ഒരു കർത്താവിൻ്റെ ദാസനൊരു ചെറിയ കാറ് ആവശ്യമുണ്ടെന്ന് അത് അധികപ്പറ്റാണോ ചിന്തിക്കുന്നത്? ഒരു ബൈക്ക് അധികപ്പറ്റാണോ? അല്ല. ഒരു നല്ല വീട് അധികപ്പറ്റാണോ? അല്ല. അതിനുവേണ്ടി കിടന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്കത് നൽകിത്തരും. ഈ വിഷയം പഠിപ്പിക്കാൻ പാസ്റ്റർമാരില്ല. ഇനി വേറെ എവിടെന്നെങ്കിലും ഇറക്കണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന്, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. കർത്താവ് എന്താ പ്രാപിക്കുക? ആത്മീക വർധന. അവിടെ എഴുതാതെ എഴുതിയിരിക്കുന്നത് അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള വളർച്ച നമ്മൾ പ്രാപിച്ചെടുക്കുക. അതിൻ്റെ പിന്നിൽ നമുക്ക് ആവശ്യമുള്ളത് ഒളിഞ്ഞിരിക്കും. അതാണ് കർത്താവ് പറഞ്ഞ ആദിയിൽ എൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താണ്? നിങ്ങൾ തിന്നാനും കുടിക്കാനും ഉടുക്കാനും പോകാനും കിടക്കാനും എല്ലാം ഉണ്ട്. ആ പാക്കേജിൽ എല്ലാം ഉണ്ട്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നേരോടെ നടക്കുന്നവർക്ക് ഈ നേരോടെ നടക്കത്തില്ല, എല്ലാം വളഞ്ഞ വഴിയാ നടക്കുക. ഹല്ലേലൂയ. വളഞ്ഞ വഴിയിൽ പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നീയും ഞാനും നേരോടെ നടന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് നൽകി തരും. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഹാഗാർ എന്നുള്ളൊരു കഥാപാത്രമാണ്. കർത്താവിൻ്റെ ആത്മാവ് തന്നെ. സാറ ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ട് പോക്കോ. അതും ദൈവഹിതമാണ്. അതൊക്കെ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കി. ഈ കുഞ്ഞിനെ കൊണ്ട് പോകാൻ നേരത്തെ ഈ കുഞ്ഞ് കിടന്ന് കീറി പിടിക്കുക, വെള്ളം കുടിക്കാനില്ല. ഈ കുഞ്ഞിനെ ഒരു അമ്പമ്പാട് ദൂരെ ഇട്ടിട്ട് എന്ത് ചെയ്യും? കുഞ്ഞ് മാറിയുന്നുണ്ട് നിലവിളിച്ചപ്പോൾ ഒരു ശബ്ദം ഉണ്ടായല്ലോ, ആകാറേ നീ കരയണ്ട. കാരണം ഈ കുഞ്ഞാരുടെയാ? എന്റെ ദാസനായ അബ്രഹാം സ്നേഹിതന്റെ കുഞ്ഞാണിത്. ഹാഗാറിനല്ല അവിടെ ദൈവം ഓർത്തത്. ദൈവം ഓർക്കുന്നത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ്. ദാസനായ അബ്രഹാമിനെ ദൈവത്തിന് ഒരിക്കലും കൈവിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കൂടെ നടന്ന ലോത്ത് നീരോട്ട വഴി പോയപ്പോൾ ദൂതന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ ആത്മീക കൂട്ടായ്മയിൽ കഴിച്ചവനാണ് അബ്രഹാം. പോകുന്നിടങ്ങളിലെല്ലാം യാഗം കഴിച്ച് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നൊരു ഭക്തനാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അബ്രഹാമിന്റെ കുഞ്ഞാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. നീ നിന്റെ കുഞ്ഞിനെ താങ്ങിയെടുത്തോളാൻ പറഞ്ഞു. ഒരു നീറുറവ അവിടെ നിന്ന് കുടിപ്പിച്ചു. അതിപ്പോഴ് നമ്മുടെ ഈ കക്ഷികളെല്ലാം കൂടി വിറ്റ് കാശായിക്കൊണ്ടിരിക്കും ആ വെള്ളം, അല്ലേ? സത്യമതല്ലേ? സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ച അത്ഭുതം മറ്റുള്ളവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതം കാശുണ്ടാക്കുന്നവർ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ വചനവിരുദ്ധമാണ്. ഇതൊക്കെ വിട്ടുകളയണം. നമുക്കുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് ചെന്നെത്തണം, ദൈവരാജ്യം പ്രാപിക്കണം, സ്വർഗരാജ്യം പ്രാപിക്കണം. കർത്താവ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളും ഇരിക്കേണ്ടത്, പിന്നെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ചേർത്തുകൊള്ളും. കർത്താവിന്റെ രാജ്യം പ്രാപിച്ചെടുക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം മറ്റൊന്നില്ല പ്രിയമുള്ളവരെ. മനസ്സിലാക്കണം. ആരും അത് മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കുന്നു. ആത്മീയ വർധന.
ആത്മീയ വർധന. ആത്മീയ വർധനയെ കുറിച്ച് യൂദ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ ദൈവാത്മാവിൽ എനിക്ക് ഹേമമുണ്ട്. യൂദയുടെ ലേഖനം എല്ലാവരും എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിലെ ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ആരെങ്കിലും വായിച്ചാട്ട്. നിങ്ങളോ പ്രിയരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അടുത്ത്, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്ത്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. അപ്പൊ ആത്മീയ വർധന വരുത്തുക, നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. ഈ ആത്മീയ വർധന വരുത്തുന്നത് എങ്ങനെയാ? നമുക്ക് തന്നെ ആത്മീയ വരുത്തുന്നത് എങ്ങനെയാ? അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. ഇന്ന് അന്യഭാഷ സഭയിൽ നിന്നുപോയി. ഈയിടയ്ക്ക് ഒരു പി എം ജോസഫ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ മരിച്ചു പോയത്. അദ്ദേഹം ശക്തിയോടെ പറഞ്ഞത് നല്ലൊരു പ്രാസംഗികനാണ്. പി എം ജോസഫ് നെറ്റിലടിച്ചാൽ കിട്ടും. അദ്ദേഹം പറയാ, സങ്കീർത്തനം ഉള്ളതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രസ്ഥാനക്കാർ നിലനിൽക്കുക. സങ്കീർത്തനം പോയാൽ പോയി, എല്ലാത്തിൻ്റെ പരിപാടി തീർന്നതുകൊണ്ട് വേറെ ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അറിയത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിയത്തില്ല, നീതീകരണം പ്രസംഗിക്കാൻ അറിയത്തില്ല, ആത്മീയ വളർച്ച പ്രസംഗിക്കാൻ അറിയത്തില്ല, ആത്മീയ വർധന പ്രസംഗിക്കാൻ അറിയത്തില്ല, ദൈവരാജ്യം പ്രസംഗിക്കാൻ അറിയത്തില്ല, സ്വർഗരാജ്യം പ്രസംഗിക്കാൻ അറിയത്തില്ല. സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ചു പോകുന്നുണ്ട്. എന്ത് പറ്റി? വിശ്വാസികൾക്ക് ആത്മീയ വളർച്ച കിട്ടുന്നില്ല. ഇവിടെ പൗലൂസ് പറയുന്ന സ്തോത്രം ശ്രദ്ധിക്കുക, യൂദ പറയുന്നത് ശ്രദ്ധിക്കുക. സ്തോത്രം, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച ഒരു ദൈവ പൈതൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആത്മീയ വർധന കിട്ടുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആത്മീയ വർധന കിട്ടുന്നു. ഈ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന എന്താണെന്ന് റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് എടുത്താട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 26 മുതൽ വായിക്കാം. അവണ്ണം തന്നെ ആത്മാവിനോട് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലും പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നെന്ന് അറിയുന്നു. അപ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് നമ്മളെ ആത്മീയമായി അനുഗ്രഹിക്കുന്നു. ആത്മീയമായി അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മറുവശത്ത് ഒരു നാണയത്തിൻ്റെ മറ്റേ വശം പോലെ നമുക്ക് ആവശ്യമുള്ള പാക്കേജ് അതിൽ കർത്താവ് തരും. ഈ മർമ്മം വലിയത്. ഇത് മനസ്സിലാക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, യൂദ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ഈ അതിവിശുദ്ധ വിശ്വാസം എന്നുള്ളത് യൂദ പറയുന്ന 3-ാം വാക്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, നമുക്ക് പൊതുവെയുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതെന്നുള്ളത് വേദപണ്ഡിതന്മാർ ഒന്നടങ്കം പറയുന്നത്, കാഴ്ചപ്പാടുള്ള ദർശനമുള്ള ദേവദാസന്മാരുടെ വാക്കുകളിൽ അവർ പറയുന്നത് വിശ്വാസ പ്രമാണത്തെയാണ് ഈ വിശ്വാസം എന്നിവിടെ പറയുന്നത്. അപ്പോൾ യൂദയുടെ ആത്മീയ വർധന വരുത്തുക എന്നുള്ള വിഷയത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. ആത്മീയ വർധന നമ്മൾ വരുത്തുക. ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീയ വർധന വരുത്തുക. വിശ്വാസ പ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആത്മീയ വർധന വരുത്തുക. ആർട്ടിഫിഷ്യലായിട്ട് ആത്മീയ വർധന ആർക്കും കിട്ടത്തില്ല. ഇപ്പൊ ആത്മീയ വർധന വല്ല പാക്കേജ് വല്ലതും ആണോ? ഇച്ചിരി പോയി മേടിച്ചുകൊണ്ട് വരാൻ ഇല്ല. ആത്മീയ വർധനവ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ പാടുക, ആത്മാവിൽ ആരാധിക്കുക. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നെ നമ്മൾ ആത്മീയ വർധന വരുത്തുക. അന്യഭാഷ സംസാരിക്കുമ്പോൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു.
IPCയിലെ CM ജോസഫ് പാസ്റ്റർ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായി. അന്യഭാഷ സഭകളിൽ അപ്രത്യക്ഷമായി. ചപ്പളാങ്കട്ടെ വെച്ചൊക്കെ പാട്ട് പാടി എങ്ങനെ ആത്മാവിൽ അറിയാം? ഒരു പാട്ട് തുടങ്ങാനായിട്ട് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണ്ടേ, ആത്മാവിൽ പാടണ്ടേ? പുള്ളി പറയണത് അവർ പുള്ളി മിലിറ്ററി ആയിരിക്കായിരുന്നു, എയർഫോഴ്സിലോ ഫയർഫോഴ്സിലോ ഒക്കെ ആയിരുന്നുകൊണ്ട് ഈ ഡ്രം വെച്ചിട്ടാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്. ഡ്രം, വലിയ ഡ്രം പാട്ട് പാടുന്നുണ്ട്. അത് അവിടെ സഭകളിലൊക്കെ ആരംഭത്തിൽ ഡ്രമ്മേ ഉണ്ടല്ലോ. ഇപ്പോൾ പോയി ചപ്പളാങ്കട്ട വന്നു കയറി, ചപ്പളാങ്കട്ടയിലെ ഡ്രം, അത് ഗുണമില്ല. മറ്റൊരു ഡ്രം അടിക്കുമ്പോൾ ആർമി പട്ടാളക്കാരുടെ രക്തം തിളയ്ക്കും. ഈ ഡ്രം അടിച്ച് പാട്ട് പാടുമ്പോൾ ഒരു ഉശിരി വരും എല്ലാവർക്കും, ഭയങ്കര സന്തോഷം. അത് ശരിക്കും അത് ഇംഗ്ലീഷുകാരങ്ങനെ ചെയ്തോളൂ. അതെ, ശരിയാ, അത് ഒരു കണക്കിന് ശരിയാ. ആ ഡ്രം അടിച്ച് പാട്ടുമ്പോൾ അതിനൊരു ഉഷാറുണ്ട്. ഈ ചപ്പളാങ്കെട്ട് ഈ കുന്തവും കുടച്ചക്രം എല്ലാം വന്ന് കയറി ആൽപ്പിയെ മുഴുവൻ നശിപ്പിച്ചു. കുറെ യൂശാന്താടി വെച്ച കുറെ പാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട് അതിനിടയിൽ. ഇതെല്ലാം കൂടി ആൽപ്പിയ ഓളത്തെ കുത്തിക്കലക്കി നശിപ്പിച്ച് കളഞ്ഞിരിക്കുക. മടങ്ങി വരാൻ ഇന്ന് പൽക്കാലം ഒരു എളിയ കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുക, നമുക്ക് ആൽപ്യവർദ്ധന വരുത്തണം. ആൽപ്യവർദ്ധന എങ്ങനെ കിട്ടും? കുറെ പാട്ടുപാടി കൂട്ടിയാൽ കിട്ടുമോ? വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട് അനുസരിക്കുന്നതിലൂടെ ആത്മീയ വളർച്ച ഉണ്ടാവും, അല്ലേ? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ആത്മീയവർദ്ധന ഉണ്ടാവും. അതുകൊണ്ട് ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പാടുക, അന്യഭാഷയിൽ ആരാധിക്കുക. ഞാൻ ഈ വന്ന ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ബൈക്കിന് പോകുമ്പോൾ ആത്മാവിൽ പാടിക്കൊണ്ടാണ് പോകുന്നത്. ലോകം പറയുമായിരിക്കും ഇതൊരു വട്ടം പോണെന്ന്, പറഞ്ഞോട്ടെ. ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവ കുഞ്ഞാടിനെ അവർ ചതിയനെന്ന് വിളിച്ചെങ്കിൽ എന്നെ വട്ടനെന്ന് വിളിച്ചാൽ എന്താ അതിശയം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ ആ മർമ്മം മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആ പൗലോസ് പറയുന്നത് അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിക്കുമ്പോൾ എന്ത് കിട്ടും? ആത്മീയവർദ്ധന മാത്രം പോരാ, ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിക്കുക. വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ്. ഇപ്പോ വന്ന് ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കുട്ടികൾ, വിശ്വാസി കുട്ടികൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം എന്ന് പറഞ്ഞൊന്നും പറയുന്നത് പറയുന്ന പോലും ഇംഗ്ലീഷ് സ്റ്റൈല എന്താണെന്ന് അറിയുന്നത്. എന്നാൽ ചില കുട്ടികൾ സ്തോത്രം പറയുകയും ചെയ്യും. ഇവിടെ പൗലോസ് പറയുന്നത് സ്തോത്രം പറയാം, ദൈവത്തിന് മഹത്വം കൊടുക്കുക, പ്രൈസിലോട്. ശരിയാ, ആ പ്രൈസിലോട് പോലും പാഷനായി മാറി, ഇല്ലേ? അതേസമയത്ത് ഇവിടെ പറയുന്നത് എന്താ? സ്തോത്രം. ഈ സ്തോത്രം പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിന് മഹത്വം കൊടുക്കുക, അതാ സ്തോത്രത്തിന്റെ അർത്ഥം. ആ സ്തോത്രം പറയുമ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഒരു ജോർജ് സാർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു പഴയ ഞങ്ങളുടെ ചർച്ചിൽ. നല്ലൊരു ആത്മീയനായിരുന്നു അദ്ദേഹം. അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എമിഗ്രേഷൻ എന്തോ തകരാറ് വന്നു, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല, എന്തോ സംതിങ് പ്രോബ്ലമായി. ഒരു 2-3 എയർപോർട്ടിൽ കൂടി കയറി ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു എയർപോർട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര സങ്കടമായി. പുള്ളി സങ്കടമൊന്നും കരച്ചിലൊന്നും ആക്കാതെ നമ്മളെപ്പോലെയൊക്കെയാണ് കിടന്ന് കാറി കൂങ്ങിയാണ് കിടന്നത്. കാരണം എന്ത് ചെയ്യും, മക്കളെ കാണണം, അവരെ കാണുന്നു. ഇദ്ദേഹം ഒരു മൂലയിലോട്ട് ചെന്ന് ഇരിക്കാനുള്ള സീറ്റുണ്ട്, അവിടെ പോയി നിന്നുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ച് ഈ മനുഷ്യൻ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 10-15 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ്, ആരാണ്? മിസ്റ്റർ ജോർജ്, നിങ്ങളുടെ യാത്രാ പ്രോബ്ലം എല്ലാം മാറിയിരിക്കുന്നത്, യാത്ര ചെയ്യുക. അപ്പൊ സ്തോത്രത്തിന് ശക്തിയുണ്ടോ? ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു അമ്മാമ്മയുടെ വീട്ടിൽ അമ്മയമ്മയും മോനും മരുമോളും കൊച്ചുകൊള്ളൊരു വീട്ടിൽ പാസ്റ്റർ വന്നപ്പോൾ പാസ്റ്ററിനൊന്നും കൊടുക്കാനില്ല. ഒരു കട്ടൻ കാപ്പിയും ഒരു മുട്ട ഇരിപ്പുണ്ട്, കോഴിമുട്ട. അതെടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങാന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് തലയോട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? സ്തോത്രം. മുട്ട പൊട്ടിയില്ല. സംഭവിക്കുമോ? സംഭവിക്കും പ്രിയമുള്ളവരെ. സ്തോത്രത്തിന് ശക്തിയുണ്ട്. നിന്റെ രോഗത്തെ മാറ്റാൻ ശക്തിയുണ്ട്, നിന്റെ കഷ്ടതയെ മാറ്റാൻ ശക്തിയുണ്ട്. കഷ്ടത നിനക്ക് ഗുണത്തിനായിട്ട് തന്നിരിക്കുന്നെങ്കിൽ ആ കഷ്ടതയിൽ ഇരുന്നോട്ട് സ്തോത്രം പറഞ്ഞിരിക്കുക. നീ നല്ലൊരു ആത്മീയനാകുമ്പോൾ നിന്റെ കഷ്ടത ദൈവം മാറ്റി തരും. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ
അനുസരണം പഠിച്ചത്. ആ വാക്യം വിട്ടാ പോയി. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ യേശുക്രിസ്തു ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്നിരിക്കുക. യേശുക്രിസ്തുവിന് എന്ത് വേണം? അനുസരണം പഠിച്ച് തികയണം. വചനം പറയുന്നത്. അതിന് കഷ്ടത കൊടുത്തു. കഷ്ടത സമയത്ത് കർത്താവിനെ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം ദൂതന്മാരെ അയച്ച് സന്തോഷിപ്പിച്ചല്ലേ. കഷ്ടത രക്തവേർപ്പ് തുള്ളി പോലെയായി എന്നൊക്കെയല്ലേ പറയുന്നത്. ഓ, കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ, എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു. ഞാനപ്പോൾ ആ വാക്യമായിട്ട് ചിന്തിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതമായിട്ടൊന്ന് ചിന്തിക്കും. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായെങ്കിൽ സാമ്പോള ഉപദേശിക്ക് കഷ്ടത വരുമ്പോൾ പിശാചു. ഇതെവിടുത്തെ നിയമം? ഇന്ന് അങ്ങനെ പറയുന്നവരുണ്ട് സഹോദരാ. കഷ്ടത വരുമ്പോൾ കഷ്ടതയെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ കഷ്ടത പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീകമായ പാക്കേജ് മനസ്സിലാക്കാൻ കഴിയാതെ, ദർശനമില്ലാതെ, വെളിപ്പാടില്ലാതെ വിചാരിച്ചെന്ന് പറഞ്ഞ് കഷ്ടതയെ കൊണ്ട് ശാസി കഷ്ടതയങ്ങ് പോകും. ഈ കഷ്ടത ശാസിക്കുമ്പോൾ ഈ കഷ്ടത പിശാചാ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ മാറ്റിക്കഴിയുമ്പോൾ എന്ത് പറ്റും? സമൃദ്ധി കൊണ്ട് വരും. സമൃദ്ധി വന്ന് അവസാനം ആത്മീകന്റെ സകല ഗുണഗണങ്ങളും ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ. സ്തോത്രം. എബ്രായ ലേഖനം 2 ഭാഗത്ത് ആ വാക്യമുണ്ട്. 2 വാക്യവും നമുക്കൊന്ന് വായിക്കണം. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. സകലത്തിനും സകലത്തിലും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പിതാവിന് യുക്തമായിരുന്നു. ആ വാക്യത്തിന്റെ വെയിറ്റ് എന്തുവാ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ നമ്മുടെ കർത്താവിനെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, കർത്താവ് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനായ കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരൊക്കെ ഈ വാക്യം മറന്നുപോയി. അവരുടെ വായിൽ ഒരു വാക്യമേ വരുള്ളൂ: ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ മാനിക്കും. പലരും മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പലരും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പലരും വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മീകമായിട്ട് യാതൊരു പ്രത്യാശയുമില്ലാത്ത ജഡീകന്മാരായി തീർന്നുകൊണ്ടിരിക്കുക. ഞാൻ അവരെ പഠിച്ചിട്ട്. ഹല്ലേലൂയ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഏതാ വാക്യം? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട വാക്യങ്ങളാണ്. ഇവിടെ വീടുകളിലൊക്കെ എഴുതി വെക്കണം ഈ വാക്യം. നീ പുറത്തു പോകുമ്പോഴും നീ അകത്ത് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ ഫ്ലക്സിന്റെ ബോർഡ് എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ 2 വാക്യം അങ്ങോട്ട് എഴുതി വയ്ക്കും. വല്ല ഗുണവും വരണമെങ്കിൽ. ഹല്ലേലൂയ. കഷ്ടതകളിലൂടെ, പരിശോധനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ തികഞ്ഞ ആത്മികരായി തീരുകയും നിത്യമായ ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുന്ന ഒരു വ്യവസ്ഥിതിയാണ് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചത്. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ഉപദേശം എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ നിർമ്മലമായ ദൈവവചനമാണ് പറയുന്നത്. ഈ പറയുന്ന വചനത്തെ ആർക്കെങ്കിലും ചോദ്യം ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് ഈ പൗലൂസിലൂടെ എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ പൗലൂസിനും എനിക്കും കർത്താവിനും നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ തികഞ്ഞു വരണം. അതിന് കഷ്ടത വരും, അതിന് ബുദ്ധിമുട്ട് വരും, അതിന് ഞെരുക്കം വരും, അതിന് രോഗം വരും, അതിന് പ്രതിസന്ധി വരും, അതിന് പോരാട്ടം വരും. അതിനൊക്കെ നമ്മൾ ഈ ലോകപ്രകാരം സൊല്യൂഷൻ കണ്ടെത്തിയാൽ നിനക്ക് ആത്മീകനാകാൻ കഴിയില്ല. നീ ജഡീകനായി പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരു കഷ്ടത വരുമ്പോഴല്ലേ ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്നത്? ശരി. പണ്ടെൻ്റെ കൂടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു, പാസ്റ്റർ ജോർജു. അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, പക്ഷെ നമ്മൾ കഷ്ടത വരുമ്പോഴാണ് ശരിക്ക് ദൈവത്തോട് നിലവിളിക്കുന്നത്. ശരിയല്ലേ? ഒരു വേദനയ്ക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു സ്തോത്രം പോലും പറയുന്നത് സ്തോത്രം സ്തോത്രം
കർത്താവേ സ്തോത്രം സ്തോത്രം. എന്തൊരു സ്തോത്രം പറഞ്ഞില്ല. ആ എൻ്റെയും കൂടി കാര്യമാണ് ചിന്തിച്ചു. ഒരു പ്രയാസം വരുമ്പോൾ കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ സ്തോത്രം മറന്നിരിക്കുക. അപ്പൊ ആ കഷ്ടം വന്നപ്പോ സ്തോത്രം 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 സ്തോത്രം. പണ്ടൊരു കുഞ്ഞ് പറഞ്ഞ പോലെ എൻ്റെ ദിവസവും വീട്ടിൽ പ്രാർത്ഥനയെ കൊണ്ട് ഈ കുഞ്ഞ് കഷ്ടത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞായിരുന്നു. കഷ്ടത്തിലും ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോയി അവരുടെ പ്രാർത്ഥനയും നിലവിളിയൊക്കെ വളരെ അധികമായി. അങ്ങനെ ദൈവം അവർക്ക് നല്ലൊരു ഭവനം കൊടുത്തു. അപ്പോൾ ഈ കുഞ്ഞോട് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലെ ഇനി എന്തിനൊക്കെ പ്രാർത്ഥിക്കും? എടാ നമുക്കൊരു വീട് കിട്ടി, കഞ്ചിക്കുള്ള വകയ, ഇനി എന്താ പ്രാർത്ഥിക്കണേ? ഈ നിലവാരത്തിലേക്ക് നമ്മൾ താണുമ്പോൾ പ്രാർത്ഥന കഞ്ഞിക്ക് വേണ്ടിയല്ല, പ്രാർത്ഥന കാറിന് വേണ്ടിയല്ല, പ്രാർത്ഥന വീടിന് വേണ്ടിയല്ല, പ്രാർത്ഥന ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല. പ്രാർത്ഥന ആത്മീകമായി തികഞ്ഞു വരുവാനാണ് പ്രാർത്ഥന. ഭൂരബലവ സന്തുരജനകഥ ധീരപരാധന ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കുവാൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുവാൻ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. കഷ്ടതയുടെ നടുവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നീ ഒരു ആത്മീകനായി പുറത്തു വരും, പൊന്നുപോലെ പുറത്തു വരും. തട്ടാനും കുഞ്ഞുക്കുരുവും കൂടി ഒരു വഴക്കുണ്ടായി എന്നൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു കഥ. ഈ കുഞ്ഞുക്കുരു തട്ടാനോട് പറയും, 2 കഥ ഉണ്ടെന്ന് ആദ്യം പറയാം. കുഞ്ഞുക്കുരു പറയാം, ഈ തട്ടാനോട് പറയുക, ഈ സ്വർണം തട്ടാനോട് പറയുക. സ്വർണം പറയാ തട്ടാനോട്, ഒരു കാര്യമൊക്കെ കൊള്ളാം, നീ എല്ലാവരുടെയും കൂട്ടായിട്ട് തൂക്കുന്നത്, ഈ കുഞ്ഞുക്കുരുവിൻ്റെ തൂട്ടത്തിൽ എന്നെ ഇട്ട് തൂക്കരുത്, എനിക്ക് ഇച്ചിരി വിലയുന്നതേ ഉള്ള ആളാണ്. എങ്ങാണ്ടും കിടന്ന കുഞ്ഞുക്കുരുവിൻ്റെ കൂട്ടത്തിൽ എന്നെ ഇട്ട് ഒരു കഥ, ഒരു വലിയൊരു കഥയാണത്. അതൊരു വലിയ മർമ്മം എന്ന് പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ സ്വർണവും തട്ടാനും കൂടി ഒരു കഥ. അതിതാണ്, സ്വർണം തട്ടാനോട് പറയുക, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം നീ എന്നെ രൂപപ്പെടുത്തി എടുക്കാനാണ് നിന്റെ ശ്രമം. പക്ഷേ ഇതിലുണ്ടല്ലോ, ഒലയിലിട്ടങ്ങോട്ട് ചൂടാക്കുമ്പോൾ ആ ചൂടുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, വേദനയാണ്. അപ്പോൾ തട്ടാൻ സ്വർണത്തോട് പറഞ്ഞു, ഈ ശകല വേദനയുണ്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ രൂപപ്പെടുത്തി എൻ്റെ ഇവിടെ ഷോക്കേസിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ആൾക്കാർ നിന്നെ കണ്ടിഷ്ടപ്പെട്ട് വില കൊടുത്ത് കൊണ്ടുപോയി അവരവരുടെ ദേഹങ്ങളിൽ അണിയും. അതെയോ, എന്നാലൊന്നും കൂടി അടിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളും നമുക്ക് തരുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്ന് നിലവിളിക്കാനാണ്. നീ ഒരു ആത്മീകനായി പുറത്തു വരാനാണ്. ആ പൊന്നിനെ അടിച്ച് പല പ്രാവശ്യം അടിച്ച്, ചൂട് കൂടുമ്പോൾ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് അടിച്ച് ചൂട് കുറയുമ്പോൾ പിന്നെയും ചൂടത്തിട്ടിട്ട് പിന്നെയും വെള്ളത്തിലിട്ട് തണുപ്പിച്ച് അടിച്ച് പിന്നെയും അങ്ങനെ പല പ്രാവശ്യം അടിച്ചടിച്ച് അവസാനം മനോഹരമായ ഒരു ആഭരണം, ഓർണമെന്റ്സ് ആയിട്ട് അനേകരത് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടു. അതുപോലെ നമ്മൾ അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ കഷ്ടതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹപാത്രമായി തീരാനാണെന്ന് ഇന്ന് പൽക്കാലം ദൂത് നിങ്ങൾ ഏറ്റെടുക്കും. സുഖലോലുപന്മാരായി ജീവിക്കുന്നവർക്ക് കർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ല. അവരവരുടെ സമൃദ്ധിയിൽ നിന്നാണ് സ്വതം ജീവിക്കുന്നത്. അതുകൊണ്ട് കഷ്ടത ഒരിക്കലും ശാപമാണെന്ന് എണ്ണരുത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് അതിന് ശാപമായി എണ്ണി അവർ ശാപഗ്രസ്തമായി തീർന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ വേദനയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വന്ന് പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി സ്വത്രം തന്നെ അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഞാൻ കൊലോസ്യയിലേക്ക് മടങ്ങി വരിക വേഗത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആത്മീയവർത്തന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഉപദേശത്തിനൊത്തവണ്ണം സ്തോത്രം വിശ്വാസത്താൽ ഉറച്ചും, വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഒരു ചെറിയ വിശ്വാസം കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എബ്രായർ 1:1 വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് എന്താ? എങ്ങനെയാ? വിശ്വാസം എന്തോ കാണാത്ത കാര്യങ്ങളുടെ എബ്രായർ 11:1. ശരി, എബ്രായർ 11:1 വിശ്വാസം എന്തോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. പ്രധാന വിഷയമാണ് വിശ്വാസം.
വിശ്വാസം കൂടാത്ത ആരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവാണ്. ആ സ്തോത്രം മത്തായിയുടെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലൊക്കെ ഉണ്ട്. ഒരു ശതാധിപൻ, അവന്റെ വിശ്വാസം എത്ര കഠിനമായിരുന്നു. അവന്റെ ബാല്യക്കാരൻ അസുഖമായിട്ട് ബാല്യക്കാരനെ പറഞ്ഞ് യേശുവിൻ്റെ അടുക്കെ വിട്ടു. യേശു വന്നു അതിൻ്റെ ഉള്ളിലോട്ട് കുനിഞ്ഞു കയറാൻ നോക്കാം. യേശു, നീ ഇതിൻ്റെ ഉള്ളിലകത്ത് എന്റെ പുറയ്ക്ക് ഭാഗത്ത് വരാൻ. അത് പറഞ്ഞ പാട്ടുണ്ട്. പാട്ടെഴുതി കാശുണ്ടാക്കി പുട്ടടിച്ചോണ്ടിരിക്കുക പറയും. ആ വിശ്വാസമൊന്നുമില്ല. പുരയ്ക്കകത്ത് വരാന്ന് പറയുമ്പോൾ ടിൻ പാട്ടൊക്കെ എന്ത് മനോഹരമായി ചെയ്തോ. വിശ്വാസം ഉണ്ടോ നിനക്ക്? പാട്ടിടുന്ന സഹോദര, പാട്ട് പാടുന്ന സഹോദര, നിനക്ക് വിശ്വാസമുണ്ടോ? നീ എന്റെ പുറയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യൻ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരുടെ സൗഖ്യം വരും. അടുത്ത ഭാഗം ഒന്ന് പറഞ്ഞേ. യേശു തിരിഞ്ഞ് ഇസ്രായേൽ പോയി. ഇസ്രായേൽ നമുക്ക് അവിടെ നിൽക്കുക. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടു. ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേൽ കിടന്നത് തല്ലുന്നു. അവരെ ജയിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവരെല്ലാത്തിനായിട്ടും കാച്ചിക്കൊണ്ടിരിക്കുക. ഏത് രാജ്യമാണെങ്കിലും അവർ അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മടിയില്ല അവർക്ക്. അവർ തോൽക്കുന്ന ഒരു സമയമുണ്ട്. ഞാൻ വേദപുസ്തകത്തിലൂടെ കർത്താവിന്റെ ദാസനായിട്ട് പറയുക, യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിക്കോ. അവർ സഖറിയാ പ്രവചനം 13-10 ആക്കി വായിച്ചു നോക്കിയാൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോൾ വരെയും അവരെന്ത് ചെയ്യും? വേദന. അവരെ അടിച്ച് പൊളിച്ച് അവർ 5 ലക്ഷം അല്ല 3 ലക്ഷം പട്ടാളമെങ്കിൽ 2 ലക്ഷത്തേക്ക് കൊന്നു കഴിയുമ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ആ നോക്കുന്ന സമയത്ത് അവർക്ക് പരാജയമാണ്. ആ നോക്കി അനുദപിച്ചു കഴിഞ്ഞാൽ ഉടനെ പരാജയം ദൈവം എടുത്തു മാറ്റും. ഇസ്രയേലിനെതിരെ വന്നിരിക്കുന്ന സകലവിധ മിലിറ്ററികളെയും പട്ടാളത്തെയും എല്ലാം ദൈവം തന്നെ നശിപ്പിക്കുന്ന ചരിത്രമാണ് യെഹെസ്കേൽ പ്രവചനം 38-39. ഞാൻ യെരുശലേമിൽ അവർക്കൊരു ശ്മശാന ഭൂമി കൊടുക്കും. അവരുടെ പട്ടാളക്കാരും അവരുടെ യുദ്ധോപകരണങ്ങളും അവിടെ കത്തി അമരും. അവരുടെ മനുഷ്യ ശരീരത്തെ മൃഗങ്ങളും പക്ഷികളും കൊത്തിപ്പറിച്ച് തിന്നും. ഇന്ന് കാണുന്ന വമ്പന്മാരൊക്കെ ഇസ്രയേൽ പാളയത്തിൽ വീഴുന്നൊരു സമയമുണ്ട് ദൈവമക്കളെ. ആ വാക്യം വായിച്ച് ഞാൻ സന്തോഷിച്ചു പോയിട്ടുണ്ട്. കാരണം ഇസ്രയേൽ ദൈവത്തിന്റെ ജനമാണ്. അവരെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. അവര് തകർക്കുന്ന പ്രശ്നമില്ല. അവർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരും. കാരണം അവരിപ്പോഴും അനുസരണയോടുള്ളവരാ. വെറും 20% മാത്രമേ ഉള്ളൂ അവര് യഹൂദ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർ. ബാക്കി എത്തിസ്റ്റും മറ്റും അരുവരൊക്കെയാണ് അവര്. മനസ്സിലായോ? എന്നിട്ട് പോലും ആ 20% വിശ്വാസം അനുസരിച്ച് ദൈവം എന്ത് ചെയ്യും? അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രവചന ഭാഷം, പക്ഷി യെരുശലേമിനെ ചുറ്റിപ്പറന്ന് സൂക്ഷിക്കുന്നത് പോലെ അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അവരൊരാളെ കൊന്നു കഴിയുമ്പോൾ അവർ 100,000 തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഗാസ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നു പലസ്തീൻകാർ. എന്താ കാര്യം? ഗാസ ഒരു മരുഭൂമി പോലെയായി. എത്ര മനോഹരമായൊരു പട്ടണം. ഞാനത് ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ബങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ടണൽ അതാ പദവാ കറക്റ്റ്. ടണലുകൾ 10, 15, 5, 3, 4 കിലോമീറ്റർ നീളമുള്ള ടണലുകൾ ഈ മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ ഓടിച്ചേക്കുന്ന പോലെ ഈ പലസ്തീൻ മുഴുവൻ ഓടിച്ചിരിക്കുക. ഇസ്രായേലിന് മനസ്സിലായി ഈ ടണലുകൾ ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾക്കെതിരെ ചെയ്യുന്നത്. ടണലുകളെ നശിപ്പിക്കാൻ ഹെവി ബോംബ് കൊണ്ടുവന്നിട്ടിട്ട് ഭൂമി കുഴിച്ചു കളയും. ടണലുള്ള സ്ഥലങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? അവർ മാരകമായ ബോംബ് കൊണ്ടുവന്ന് ഭൂമി കുഴിച്ചു കളയുക. 10, 15 മീറ്റർ ഭൂമി കുഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടണൽ അത് ഉള്ളിടത്തെല്ലാം കൊണ്ട് തകർത്ത് തരിപ്പണമായിക്കൊണ്ട് ഈ പറയുന്ന സമയത്തും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കാരണം എന്താ? അവർക്കെതിരെയുള്ള ശത്രുവിനെ തകർക്കാൻ ദൈവം അവരോട് കൂടെയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് പറയാനല്ല നിൽക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ വിഷയം നമുക്ക് ആത്മീയ വർധനവ് കിട്ടണം. സ്തോത്രം. നമ്മുടെ സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ പോകുന്നവർക്ക് പ്രധാനമായിട്ട് കർത്താവിൽ ആശ്രയിക്കണം. അവനിൽ ആശ്രയിച്ച് ആ കർത്താവിൽ ആശ്രയിക്കുന്ന എന്തിനായിരിക്കണം? ആത്മീയ വർധനവിലായിരിക്കണം. ആത്മീയ വർധന പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? ഉപദേശിച്ചു തന്ന ഉപദേശത്തിന് ഒത്തവണ്ണം ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിക്കണം. ഉപദേശം സഭയിലില്ല.
നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വന്തം പ്രാപിച്ച് നീതിക്ക് ദാസനാകുന്ന അവസ്ഥ ഇന്ന് സഭകളിൽ കാണുന്നില്ല. ഉപദേശം സഭയിൽ പഠിപ്പിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പാസ്റ്റർ PM ജോസഫ് പറഞ്ഞു, സങ്കീർത്തനം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. സങ്കീർത്തനം എന്തു പോകും അതോടെ തീരുമെന്ന് ഞാനതിന് അടിവര ഇട്ട് കൊടുത്തു. ആ മനുഷ്യൻ ഈസ് എ മാൻ ഓഫ് ഗോഡ്, ദൈവദൂതനെ പോലെ ഒരു മനുഷ്യൻ. അതുകൊണ്ട് സഭയെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കണം, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കണം, ആത്മീയ വളർച്ചയെക്കുറിച്ച് പഠിപ്പിക്കണം, ആത്മീയ വർധനവിനെ കുറിച്ച് പഠിപ്പിക്കണം. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ സഭയെ പഠിപ്പിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ഞാനത് എപ്പോഴും എത്ര പറഞ്ഞാലും ആ വാക്യം അധികപ്പറ്റല്ലെന്നാണ് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടുന്നത്. അതുകൊണ്ട് 8-ാം വാക്യം ഞാൻ ഒന്നുകൂടി, 8-ാം അധ്യായത്തിലെ ആ വാക്യം ഞാൻ ഒന്നുകൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സ്തോത്രം, 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 സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർ 29-30 വാക്യമാണ് കേട്ടോ. സഹോദരന്മാരിൽ ആദ്യയാതനാകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോട് അൻപുവരാകുവാൻ അവൻ നമ്മെ മുന്നേവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അൻപുവരാകുവാൻ ദൈവം നമ്മെ വിളിച്ചു, വീണ്ടെടുത്തു, തെരഞ്ഞെടുത്തു, രക്ഷിച്ചു, പേർ ചൊല്ലി വിളിച്ചു. മറ്റൊന്നിനുമല്ല. ഇവിടുത്തെ അനുഗ്രഹങ്ങൾ തന്നു നിറയ്ക്കാനല്ല നമ്മളെ വിളിച്ചത്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അൻപുവരാകണം. അൻപുവരാകണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ മനസ്സുള്ളവരാകണം, അവൻ്റെ ഭാവമുള്ളവരാകണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നേ. കുറവുകളിൽ ഒത്തിരി കുറവുകളുണ്ട്. അതെല്ലാം ഒരു ദിവസവും കണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് പ്രായമുള്ളവരോടാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോയ തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ പ്രത്യാശ, എൻ്റെ സന്തോഷം അതാണ്. നിങ്ങൾക്ക് തെറ്റുകൾ വരും, കുറവുകൾ വരും, പരാജയങ്ങൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഉപദേശമനുസരിച്ച് മുമ്പോട്ട് പോയാൽ സ്തോത്രം, സ്തോത്രം, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ കഴിയും. അടുത്തൊരു ഘനമായ വിഷയം തൊട്ടുപോകാനേ പറ്റത്തുള്ളൂ. ഈ 2 വാക്യം കൊണ്ടാണ് ഇത്രയും സമയം ഇവിടെ നിന്നത്. 10-15 മിനിറ്റ് കൂടി സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ 8-ാമത്തെ വാക്യം വായിക്കാം. 8-ാമത്തെ വാക്യം വായിച്ചാൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അവിടെ നിൽക്കട്ടെ. തത്വജ്ഞാനവും വെറും വഞ്ചനയും ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നത് നമുക്ക്. അപ്പൊ വചനത്തിനാണ് ശക്തി, തത്വജ്ഞാനത്തിനല്ല. കർത്താവ് പറഞ്ഞ വചനം, ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. അപ്പൊ കർത്താവ് പറഞ്ഞ വചനത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്. അപ്പൊ അവിടെ വചനം പ്രസംഗിക്കാം, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. അവിടെ അതിന് തത്വജ്ഞാനം പറയരുത്. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു മഹാൻ ഇങ്ങനെ പറഞ്ഞു, ഷേക്സ്പിയർ അങ്ങനെ പറഞ്ഞു. അതൊക്കെ പ്രസംഗത്തിന്റെ കൊഴുപ്പിനെ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ്, മേമ്പടിക്ക് വേണ്ടി. ഇപ്പം ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി സവാള ഇങ്ങനെ വെള്ളത്തിട്ട് മൂപ്പിച്ച്, കശുവണ്ടിയും കൂടി ഒന്ന് മൂപ്പിച്ച്, നെയ്യിലിട്ട് മൂപ്പിച്ച് വാരി വിതറി ബിരിയാണിയുടെ പുറത്തോടെ ഇങ്ങനെ ഇടുക. അത് കണ്ടു കഴിയുമ്പോൾ വാങ്ങി തിന്നുപോയില്ല ആൾക്കാർ. കാരണം അത് അങ്ങനെയാണ് ഒരു രീതിയാണത്. അതൊരു മേമ്പടി പോലെ. അതതുപോലെ ഈ തത്വജ്ഞാനമൊക്കെ ആവശ്യത്തിന് 1-2 പദങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതും വിലക്ക് തരിക. തത്വജ്ഞാനം വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. അപ്പൊ തത്വജ്ഞാനം പറയുമ്പോൾ അത് വഞ്ചനയാണ്, അത് നമ്മളെ വചനത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. ഇന്നത്തെ ആത്മീയ കൂടത്തിൽ കിടക്കുന്ന അനേകരിലുള്ള ഒരു മഹാ ദുഷിച്ച വിപത്തായിട്ട് ഇത് മാറിയിരിക്കുന്നു. തത്വജ്ഞാനം വെറും വഞ്ചന. തത്വജ്ഞാനം പറയേണ്ട സ്ഥാനത്ത് വചനം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ കൂട്ടായ്മ എന്നുള്ള വിഷയം പ്രസംഗിച്ചപ്പോൾ ഞാൻ എവിടേക്കോട്ടാ പോയത്? 1 യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ കൂട്ടായ്മ എന്താണെന്ന് വചനത്തിലൂടെ തെളിയിച്ചു. അതാ വചനം കൊണ്ട് വചനത്തെ തെളിയിക്കുക. വചനം കൊണ്ട് വചനത്തെ സ്തോത്രം ഖണ്ഡിക്കാനും നമുക്ക് കഴിയണം. തെറ്റായ വചനങ്ങളെ സത്യവചനം കൊണ്ട് ഖണ്ഡിക്കുക. ഖണ്ഡന പ്രസംഗങ്ങൾ പണ്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഖണ്ഡന പ്രസംഗം നിന്നതുകൊണ്ടാണ് ഈ ദുരുപദേശം ഇത്ര കയറി വന്നതെന്ന് തോന്നിപ്പോവുക. ഇനി ഖണ്ഡന പ്രസംഗം നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാര്യം ദുരുപദേശങ്ങളെ മുഴുവൻ ഖണ്ഡിച്ച് ദൂരെ കളയണം.
റിയൽ എസ്റ്റേറ്റും ഭൗതിക അനുഗ്രഹവും സഭയ്ക്ക് കൊടുക്കുമെന്നൊക്കെ മുഴുവൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും വെറും ചതിയാണ്, ഒക്കെ സാത്താൻ്റെ ചരക്കാണ്. അതെല്ലാം ശാസിച്ച് അതിനെ സ്വതന്ത്രം ആ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേറ്റ് വരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ പറയുന്നു, തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയരുത്. നമ്മളെ കവർന്ന് കളയുക, നമ്മളെ തെറ്റിച്ച് കളയുക, നമ്മളെ അവരിലേക്ക് അങ്ങ് അടുപ്പിക്കുക. ഈ പ്രാസംഗികന്മാരിലേക്ക് നിങ്ങൾ അടുപ്പിക്കുക. ഒരിക്കലും നിങ്ങൾ എന്നിലേക്ക് അടുക്കുന്ന ഒരു സ്വഭാവം പാടില്ല, ഒരു പാസ്റ്ററിലേക്ക് അടുക്കുന്ന സ്വഭാവം പാടില്ല. നമ്മൾ പറയുന്ന വചനം കേട്ട് കർത്താവിനോട് നമ്മൾ അടുക്കണം, ദൈവവചനത്തോട് നമ്മൾ അടുക്കണം. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകത്തിൽ ഞാൻ പഠിച്ചു വന്നപ്പോൾ പൗലൂസും ബർന്നബാസും ഒക്കെ പ്രസംഗിച്ച് അവരെ കർത്താവിനോട് ചേർത്ത് നിർത്തിയെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ 23-ാം വാക്യം വായിച്ചാട്ട് 11-ന്റെ പ്രവൃത്തി 11-23 ഇന്ന് തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവരാ. 11-ന്റെ പ്രവൃത്തി പുസ്തകം 11-23 സന്തോഷിച്ച് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഇന്ന് സംഘടനകളോട് ചേർന്ന് നിൽക്കാനാണ് പ്രബോധിപ്പിക്കുന്നത്. ഞങ്ങൾ ഇന്ന പ്രസ്ഥാനക്കാരാണ്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇത്ര ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ഇത്ര 1000 ബ്രാഞ്ചസ് ഉണ്ട്, ഇത്ര കോടി രൂപയുടെ മൂല്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളോട് ചേർത്ത് നിന്നോ, നിനക്ക് നരകത്തിൽ പോകാൻ പെട്ടെന്ന് കഴിയും. അയ്യോ, അത് ഭയങ്കരമായിപ്പല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ശരിയാത് അവനല്ലാണ്ട് ഇവിടെ എന്താ വായിച്ച, നമ്മളെന്താ വായിച്ച വാക്യം കേക്ക്, കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അതല്ലേ അമ്മമ്മ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ കർത്താവിനോട് ചേർത്ത് നിർത്തുക, നിങ്ങളെ സ്വർഗരാജ്യത്തോട് അടുപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വളർത്തുവാനാണ് എൻ്റെ ശ്രമം, ക്രിസ്തുവിൽ തികഞ്ഞു വരുവാനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സംഘടന നമ്മളെ രക്ഷിക്കത്തില്ല, ഒരു വ്യക്തി നമ്മളെ രക്ഷിക്കുന്നില്ല. രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ പ്രമാണമാണ്, ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അത് പ്രസംഗിച്ച് ജനത്തെ നടത്തുക. അല്ല എന്താ, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി. എവിടെയാ അത് വാക്യം ഒന്ന് പറയാൻ വാക്കെങ്കിലും? പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28 മുതൽ ഒന്ന് വായിച്ചേ പെട്ടെന്ന് വായിച്ചേ. അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയമായിട്ട് അതായത് തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കവർന്നു കളയുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വചനം നമ്മൾ പഠിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. അടുത്ത, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. കർത്താവ് ചെന്നായി എന്നേ പറഞ്ഞോളൂ, പൗലോസ് പറഞ്ഞ കൊടിയ ചെന്നായി കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. മനസ്സിലായില്ലേ? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അടുത്ത, നിങ്ങൾക്ക് ആത്മീയ വർധന 32-ാം വാക്യം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ വരവേൽപ്പിക്കുന്നു. കൃപയുടെ വചനത്തിൽ നിങ്ങളെ വരവേൽപ്പിക്കുന്നു. വചനത്തിൽ വരവേൽപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. കർത്താവ് ആ വാക്യം പറയുമ്പോൾ ആരോടാ പറയണമെന്നറിയാമോ? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ആദ്യ വാസ്തവത്തിൽ ശിഷ്യന്മാരെന്ന് ആരോടാ പറയുന്നത്? നോ, യഹൂദന്മാരുള്ള സംഭാഷണത്തിലാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത് നിങ്ങൾ പിശാചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട്. മോശയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. പെന്തക്കോ സമൂഹമേ, ഈ വാക്യങ്ങൾക്ക് വിലയില്ലേ? എൻ്റെ വചനം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആരാ?
പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് ചെയ്തു. എൻ്റെ വചനം കേട്ട് ചെയ്യാത്തവൻ ഇന്നത്തെ മണലിന്മേ പണി. ഇന്നത്തെ പണി മുഴുവൻ മണലിന്മേൽ. ഇത് പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? മണലിന്മേലുള്ള പണി നിർത്തിയിട്ട് പാറയിൽ പണിത് തുടങ്ങുക. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി പണിതെടുക്കുന്നതാണ് പുതിയ നിയമവിശ്വാസി. ഞാൻ 2-3 ദിവസം മുമ്പ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാതെ കിട്ടുവാൻ മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെടുന്ന വിശ്വാസം. അതാണ് ക്രിസ്തീയ സഭ. അതാണ് പുതിയ നിയമവിശ്വാസി. കല്ല്, മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്നവ വിലയേറിയ കല്ല്. അത് 1 കൊരിന്ത്യർ 3 പറയുന്നത്. ആ വിലയേറിയ കല്ലിനെ മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്നി, വിലയേറിയ കല്ല് 6 കൂട്ടം കാര്യം പറയുന്നുണ്ട്. ഈ 5 കൂട്ടം ചേരത്തില്ല. വിലയേറിയ കല്ല് 1 പത്രോസ് 2:4 മുതൽ 8 വരെ പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്, ആ കല്ലിനെ കൊണ്ടുവന്ന് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നു. എന്തിനാ പണിയപ്പെടുന്നത്? ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി. എഫേസ്യർ 2:19, 11, 19, 20, 21, 22 വാക്യങ്ങൾ. ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അറിയുന്നില്ല. കൊരിന്ത്യ സഭ അറിഞ്ഞില്ല. അത് പൗലോസ് അവരെ അറിയിച്ചു, പഠിപ്പിച്ചു. ഇന്നുള്ള സഹോദരന്മാരത് പാസ്റ്റർമാരത് പഠിപ്പിക്കുന്നില്ല. ഒരു പുതിയ നിയമവിശ്വാസി ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മളിവിടെ ഇത്രയും പേരുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മളിൽ ആത്മാവ് വസിക്കുന്നു. നമ്മളിൽ ആത്മാവ് വസിക്കും. നമ്മളിൽ സാത്താനും വസിക്കും. സ്തോത്രം. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആര് വസിക്കണമെന്ന്. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായിട്ട് തീരണമെങ്കിൽ ഈ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ? പോയിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി വന്ന് അവിടെ വന്ന് നമ്മൾ സ്വോത്രം. അവൻ സ്വോത്രം. എന്ത് സ്വോത്രം? കാരണം എന്താ? അവൻ മറ്റോ കയറിയിരിക്കുക. ഈ ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരാൻ യേശുക്രിസ്തു മൂലക്കലോട് ചേർത്ത് അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം പ്രകാരം പണിയപ്പെടുന്ന ഒരു കല്ലായി നീ തീർന്നാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതിനിടയിൽ കയറി വന്നുകൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കും. കൃപയുടെ വചനത്തിൽ നിലനിർത്തണം. അടുത്തൊരു വാക്യം കൂടി വായിക്കണമെന്ന് ഹേമമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അത് കേൾക്കാൻ ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞാട്ട് അടുത്ത വാക്യം 32 കഴിഞ്ഞിട്ട്. അല്ലല്ല, ഇവിടെ അല്ല. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ വെള്ളിയും പൊന്നും ഒക്കെ വാങ്ങാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് അവിടെ നിന്ന് എന്നിട്ട് ആള് പറയുക, തോത്രാഴ്ച ഇടാൻ കാശില്ലെങ്കിൽ സഹോദരി ഭാരപ്പെടണ്ട, കയ്യിരിക്കുന്ന പറഞ്ഞോ, മോതിരം ഇട്ടു, സ്വർണ്ണങ്ങളൊക്കെ ഇട്ടോ, ഞങ്ങൾ കൊണ്ടുപോയി തിന്നോളാം, നിങ്ങൾ ഇട്ടോ. ലജ്ജയില്ലേ നിങ്ങൾക്ക് പറയാം? ഇതിലും ഭേദം വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? പണ്ടൊരാൾ സോഷ്യൽ മീഡിയ പറയുക, ഒരു പാസ്റ്ററിനോട് പറയുക, പണിയെടുത്ത് ജീവിച്ചുകൂടെ എൻ്റെ ചേട്ടാ, ഈ ചെപ്പടി ഇത് കാണിച്ച ആൾക്കാരെ കൊല്ലാതെ. ഒരു സോഷ്യൽ മീഡിയ സാധനം പറയുക, രക്ഷിക്കപ്പെടാത്തതാണ്. എന്തിനാ ഈ പണിക്ക് പോകും? കഷണ്ടി മരുന്ന് വിൽക്കുന്നവൻ പോയ പോലെ കഷണ്ടി മരുന്ന് ഏത് കഷണ്ടിയും മാറും. കുനിഞ്ഞ് 2-3 പ്രാവശ്യമൊക്കെ തലയിലെ കെട്ട കഴിഞ്ഞു കൊടുക്കുമ്പോൾ മുഴുക്കഷണ്ടി. ചിരിക്കുമ്പോൾ ചിന്തിക്കാൻ കൂടി ചെയ്തോണം. പണ്ടൊരു ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ ചിന്തിച്ചോണം അതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ മെസ്സേജ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും അന്യനെ ഉപദേശിക്കുന്നവരെ നീ നിന്നെ തന്നെ ഉപദേശിക്കാം. നമുക്ക് നമ്മെ ഉപദേശിക്കാം. ഈ വചനങ്ങളൊക്കെ കേട്ട് നമുക്ക് നമ്മെ തന്നെ ഉപദേശിക്കാം. എൻ്റെ ഉപദേഷ്ടാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സഹോദരാ, നീ പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണാടിയുടെ മുമ്പാകെ പോയി നിന്ന് പ്രസംഗിക്കും. നിന്നെ തന്നെ നോക്കി പ്രസംഗിക്കണം. നിന്നിലുള്ള കുറവുകളെ നോക്കി പ്രസംഗിക്കണം. നിന്നിലുള്ള പരാജയങ്ങളെ നോക്കി പ്രസംഗിക്കണം. എന്നിട്ട് നീ നിന്നെ തന്നെ തിരുത്തണം. എന്നിട്ട് പോയി പബ്ലിക്കിനോട് പ്രസംഗിക്കണം. 94 വയസ്സുകാരനായ ഉപദേഷ്ടാവ് ഊറ്റാഞ്ചാടി വെച്ച പിള്ളേരല്ല പറയണത്. മനസ്സിലായോ? അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും. എൻ്റെ കണ്ണിൽ കൂടി വെള്ളം വന്ന് നിറയും ചില സമയത്ത്. എത്ര മഹത്തരമായ കാര്യങ്ങളാണ് ആ മനുഷ്യൻ പഠിപ്പിച്ചിട്ട് പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നമ്മളെ കവർന്നു കളയരുത്. താങ്കളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരുടെ ഇടയിൽ എഴുന്നേൽക്കും.
അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. കൊലോസ്യ ലേഖനത്തിലുള്ള മുന്നറിയിപ്പ് ഭയങ്കരമാണ്. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കും. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമുള്ളതാണ്, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമാണ്, അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ആ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. 9 മുതലുള്ള വാക്യം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. എത്ര മഹത്തരമായൊരു ഉപദേശമാണ് ഇവിടെ പൗലോസ് നമുക്ക് തരുന്നത്. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. പിന്നെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്തോത്രം, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ആരും നിങ്ങളെ ചതിക്കരുത്. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. തന്ത്രങ്ങൾ, ചതി. നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ പാടാം, പക്ഷെ ചതിയിൽ കൂടി തോൽപ്പിക്കാം. ആ ലോകം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ബുദ്ധിമാന്മാരാണ്. ഞാൻ പറഞ്ഞു കേട്ടത്, ഹിറ്റ്ലർ ലോകത്തെ കിടുകിട ഉറപ്പിച്ചു. ഹിറ്റ്ലറിനെ പേടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? 2 പാറ്റയെ പിടിച്ച് ഒരു കുപ്പിയിലാക്കിയിട്ട് ഹിറ്റ്ലർ വരുമ്പോൾ ഹിറ്റ്ലറിൻ്റെ മേത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. കാൾ ലൂയിസ് ഓടുന്ന പോലെ ഹിറ്റ്ലർ ഓടുന്ന പറഞ്ഞു. പേടിത്തൊണ്ടനാണ് പാറ്റ. സ്വത്രം. ചിലരുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് പിശാചിനറിയാം. എൻ്റെയും നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്നറിയാം. അവൻ പല നിലയിൽ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഉപായത്താലാണ് ചതി. ഉപായം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടാക്കിയ മനുഷ്യനല്ലേ, ചതിക്കപ്പെടത്തില്ല. ഉപായത്താൽ ചതിച്ചു. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, കുറുക്കനെ പിടിക്കുന്നത് കുഴി ഒടിച്ച് നീണ്ട കമ്പ് കഷ്ണം വെച്ച് ഇലയിട്ട് മണ്ണ് മൂടി കുറുക്കൻ വന്നു കഴിയുമ്പോൾ പൊട്ടോന്ന് അതിൻ്റെ ഉള്ളിൽ വീഴുക, ചതിച്ചു പിടിക്കുക. അതുപോലെ ഇന്ന് മഞ്ച കാട്ടി ലോകത്തിലെ ഭൗതിക അനുഗ്രഹം. ഒരു ബംഗാളിൻ്റെ കഥ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ബംഗാളിക്കാരൻ എന്ത് ചെയ്തു? ഒരു 2.5 പവൻ്റെ 3 പവൻ്റെ മാല കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് എടുക്കാൻ 5, 5, 10, 5, 5, 5, 15 5 രൂപയുടെ 3 മഞ്ച് മേടിച്ച് കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചപ്പോൾ കുഞ്ഞ് ഓടി വന്ന് ആ മഞ്ചയെ പിടിച്ചു. ബംഗാളി മാല ഊരി പോക്കറ്റ് ഇട്ടു. ഇതുപോലത്തെ അടിയുള്ള വീടാണ്. ഇപ്പം മുറ്റത്ത് ഒരു കൊച്ചു നടക്കുകയാണ്, അത് എടുക്കാൻ പറ്റില്ല. കൊച്ചിന് ഏറ്റിന് ഇതില്ലല്ലോ. അതിൻ്റെ അടിയിൽ കൂടി എടുക്കാൻ, ഉള്ളിൽ കൂടി കൈയിട്ടെടുക്കാമല്ലോ. അതുപോലെ ഒരു സംഭവം നടക്കും. സ്തോത്രം. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. 15 രൂപ കൊണ്ട് 45,000 50,000 രൂപയുടെ സാധനം. 50,000 അല്ലല്ലോ, 2.5 പവൻ എന്ന് പറയുമ്പോൾ 1 ലക്ഷം. 15 രൂപയ്ക്ക് 1 ലക്ഷം രൂപയുടെ സാധനം അവൻ കറന്നുകൊണ്ടുപോയി. അതുപോലെ നമ്മുടെ പല പ്രിയപ്പെട്ടവരും 5 രൂപയുടെ കാറും വീടും അതും ഇതുമൊക്കെ കാണിച്ച് നിങ്ങളുടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കവർന്നു കൊണ്ടുപോവുകയാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടാരും നിങ്ങളെ കവർന്നു കളയരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സഹോദരങ്ങളെ ആരും നമ്മളെ ചതിക്കരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, ലോകാവസാനത്തിന് നിന്റെ വരവിനും അടയാളം എന്ത്, ഒന്ന് പറഞ്ഞു തരണം കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ? ആദ്യം, ആരും നിങ്ങളെ ചതിക്കരുത്. അതിൻ്റെ അർത്ഥം, ചതിക്കുന്നവർ കണ്ടെയ്നർ കണക്കിന് എഴുന്നേറ്റിരിക്കുക. ആത്മീക ഗോളമേ, ഈ ദൂത് നിങ്ങൾക്ക് സ്വത്രം വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു. ആരും നമ്മളെ ചതിക്കരുത്, ആരും നമ്മളെ വഞ്ചിക്കരുത്, ആരും നമ്മളെ കവർന്നു കളയരുത്. സ്വത്രം. അങ്ങനെ കവർന്നു കളഞ്ഞാൽ നമ്മുടെ അവസ്ഥ നിത്യമായ യാതനാ സ്ഥലത്തായിരിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം 1:25 ശബ്ദം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് കണ്ഠക്ഷോഭം ചെയ്തതിൻ്റെ പ്രധാന കാരണം, നമുക്ക് സ്വർഗരാജ്യത്തേക്ക് പോകണം, നമുക്ക് നിത്യത പ്രാപിക്കണം, നമുക്ക് ബൈയൂല ദേശത്തേക്ക് പോകണം. മരിച്ചു കഴിയുമ്പോൾ പാസ്റ്റർമാർ കൊണ്ടുവന്ന് കയ്യും കൊട്ടി പാട്ടുപാടി കൊണ്ട് കുഴിച്ചിടലൊന്നും എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഈ മരിച്ച വ്യക്തി ആത്മീകനായിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ചിന്തയാണ്. പറയും ചിലരൊക്കെ, അവൻ കുഴപ്പമില്ല, നല്ല പയ്യനാണ്, അവൻ ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണെന്നൊക്കെ പറയും. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അവൻ ആത്മീകനല്ല. ആത്മീകനാകണമെങ്കിൽ എന്ത് ചെയ്യണം?
ക്രിസ്തുവിൽ അവനെ തികഞ്ഞവനാക്കി നിർത്തണം. പത്യവചനം പത്യോപദേശം കൊണ്ട് തികഞ്ഞവനാക്കി നിർത്തണം. ഇന്നതിന് പലർക്കും കഴിയാതിരിക്കുന്നു, ചതിയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്തുപദേശവും അനുദിനം വായിച്ചും പഠിച്ചും കേട്ടും അനുസരിച്ചും ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.